ഷുഗറും പ്രഷറും ഇല്ലാത്ത മലയാളിയുടെ എണ്ണം ചുരുക്കമാണ്. പണ്ടൊക്കെ അത് പണക്കാരന്റെ രോഗമായിരുന്നു, പറഞ്ഞു നടക്കാൻ ഒരു സ്റ്റൈലൊക്കെയുള്ള രോഗം. ഇന്ന് കാലം മാറി, കഥ മാറിയപ്പോൾ BPL APL വ്യത്യാസങ്ങളില്ലാതെ സർവരെയും പ്രഷറും ഷുഗറും അനുഗ്രഹിച്ചു. വിഷം കുടിച്ചു വീർത്ത പച്ചക്കറി പഴവർഗ്ഗങ്ങളും മോസ്റ്റ് മോഡേൺ ഭക്ഷണക്രമങ്ങളും ഭൂമി മലയാളത്തിൽ സമ്പൂർണ്ണ സോഷ്യലിസം നടപ്പിലാക്കി. പക്ഷേ അപ്പോഴും നാം അറിയാത്ത ഒരു യാഥാർത്ഥ്യമുണ്ടായിരുന്നു. അതിനൊക്കെയുള്ള പ്രതിവിധി നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടെന്ന യാഥാർത്ഥ്യം. പ്രമേഹത്തിന് അടിമപ്പെട്ട് കണ്ണും കാഴ്ചയും കൈയും കാലും നഷ്ടപ്പെട്ടവരുടെ സംഖ്യ പെരുകിയപ്പോഴും നാം എന്തേ തിരിച്ചറിയാതെ പോയി ഈ ചെറിയ വള്ളിച്ചെടിയെ? അതിന്റെ സംരക്ഷകനും പ്രചാരകനുമായ ആ ചെടി ഒന്നുകൊണ്ട് മാത്രം ജീവനും ജീവിതവും തിരിച്ചു കിട്ടിയ സുധാകരനെ. അതെ, ഇത് ഷുഗർ വള്ളിയുടെ കഥയാണ്, ഷുഗർ സുധാകരന്റെ കഥ. ഇനിയും പേരിടൽ കർമ്മം നടന്നിട്ടില്ലാത്ത ഈ വള്ളിച്ചെടി കൊണ്ട് 600-ൽ തലയുയർത്തി നിന്ന് സ്വന്തം ജീവന് വില പറഞ്ഞ ഷുഗറിനെ 70-ലേക്ക് പത്തി മടക്കി അത്ഭുത ജന്മം നേടിയ കണ്ണൂർ കൊടക്കാട് ചക്കരയൻ വീട്ടിൽ C സുധാകരന്റെ കഥയുമായി ഇന്ന് ഭൂമി മലയാളം തുയിലുണരുന്നു. മധുരപൂർവം സ്വാഗതം. ഇത് ഭൂമി മലയാളം. ശ്യാമള കേരഭൂവിലെ ദൃശ്യചാരുതേ കവിത പാടും ഭൂമി മലയാളം. കടിമണ്ണാത്തി കിളിയേ തൻ ഹരിതാപ മലയാളം. ഭൂമി മലയാളം, ഭൂമി മലയാളം, ഭൂമി മലയാളം. സുധാകരൻ ഒരു ടൂറിസ്റ്റ് ബസ്സിലെ കിളിയാണ്. ബാബുരാജ് മുതലാളിയുടെ ശ്രീപ്രഭ ബസ്സിലെ കിളി. 3 വർഷം മുമ്പ് 35-ാം വയസ്സിൽ 9 മാസത്തെ ഗൾഫ് ജീവിതത്തിനിടയിലാണ് സുധാകരനെ ഷുഗർ പിടികൂടിയത്. 600-ലെത്തിയ ഷുഗറും പഴുത്തുവീർത്ത കാൽപാദവുമായി മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് സുധാകരൻ നാട്ടിലെത്തിയത്. മിനിമം കാൽപാദമെങ്കിലും മുറിച്ചു മാറ്റാതെ ജീവൻ രക്ഷിക്കാനാവില്ലെന്ന് സകല ഡോക്ടർമാരും വിധിയെഴുതി. ആ നേരമാണ് രക്ഷകനായി അമ്മാവൻ ചക്കരയൻ കൃഷ്ണൻ കയ്യിലൊരു വള്ളിച്ചെടിയുമായി സുധാകരന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഒരു 3 വർഷം മുന്നേ ദുബായി പോയി ഒരു 8 മാസം ഉണ്ടായി. 8 മാസം നമ്മൾ കാലും കയ്യിലും ഫുള്ള് വേദന സഹിക്കാൻ പറ്റാത്ത വേദന. കാലിനാടിയും വണ്ണം വെച്ച്. അപ്പോൾ നമ്മളെ മുതലാളി പറഞ്ഞ് ഡീപ്പാക്കി പോയിക്കോ. അപ്പോൾ കിടന്ന് ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് KMC-ന്ന് ഷുഗർ 600 ഉണ്ടായി. 600 കാല് അടിഭാഗം വണ്ണം വെച്ചാൽ അത് വലിയ കണക്ക് അത് മുറിച്ച് മാറ്റണം. 2 കാലം അടിഭാഗം മുറിച്ച് മാറ്റണം വന്നു. പക്ഷേ ഇവിടുന്ന് ഇതേ പൈലെന്ന് പറഞ്ഞ് മുറിച്ച് മാറ്റുന്നത് കുറേ നോക്കി, പക്ഷെ എങ്ങനെ വാങ്ങില്ല. എന്നുവെച്ചാൽ എൻ്റെ അമ്മാവൻ, എൻ്റെ അമ്മേൻ്റെ ആങ്ങള തൃക്കേപ്പൂരിന് അമ്മാവൻ അമ്മ പറഞ്ഞ എന്നൊക്കെ മരുന്നുണ്ട് ഞാൻ തരാം. ഒരു കഷ്ണം തൈ തന്ന് ഞാൻ കൃഷി ചെയ്തുണ്ടാക്കി ഞാൻ എനിക്ക് സ്വയം പരീക്ഷിച്ച് നോക്കി. സ്വയം പരീക്ഷിച്ച് നോക്കുമ്പോൾ 60, ഏറ്റവും കുറഞ്ഞ 60. ആ ഗവൺമെൻറ് ആശുപത്രി തൃക്കേപ്പൂർ ഗവൺമെൻറ് ആശുപത്രി നോക്കുമ്പോൾ 60. ഏകദേശം ഞാൻ വീഴാനായി. അങ്ങനെ മരണം കാത്തു കിടന്നവന് മുന്നിൽ പേരറിയാത്ത വള്ളിച്ചെടി ജീവിതത്തിലേക്കുള്ള പിടിവള്ളിയായി.
സുധാകരന്റെ ഷുഗർ ലെവൽ 70ലേക്ക് താണു. കാല് മുറിക്കാൻ കാത്തുനിന്ന ഡോക്ടർമാർ കത്തി മടക്കി. സുധാകരൻ പതിയെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. മൃതസഞ്ജീവിനിയായി തന്നെ തേടി വന്ന പ്രമേഹ ഒറ്റമൂലിയെ അയാൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ രഹസ്യം ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാൻ അയാളുടെ മനസ്സ് വെമ്പി. സുധാകരൻ അങ്ങനെ തന്റെ കൊച്ചു വാടക വീടിന് ചുറ്റും ഈ ചെടി നട്ടുപിടിപ്പിക്കാൻ തുടങ്ങി. ഷുഗർ നമ്മൾ ഈ ഫാമിലി ഇൻസും വർക്ക് ചെയ്യാത്തുണ്ടാവും ഷുഗർ കൂടുന്നത്. അതിന് ഏറ്റവും വലിയ സാധനം കയ്പാണ്. ഇതൊരു പീസാണ്. ഈ ചതച്ചിട്ടിച്ച് ഒരു ദിവസം വെള്ളത്തിലിട്ടിച്ച് 6 മണി ചതച്ചിട്ടല്ല പൊലച്ചൊക്കെ 6 മണി കഴിക്കുക. അത് കുടിക്കുക. എന്നുവെച്ച് അതങ്ങനത്തെ ഒരു കഷ്ണം ചതച്ചിട്ടുക വൈകുന്നേരം 6 മണിക്ക് കഴിക്കുക. ഞാൻ 2 നേരം. ചിലപ്പോൾ ഒരാഴ്ചക്ക് വാങ്ങാം, ചിലപ്പോൾ 2 ആഴ്ച അല്ല 1 മാസം. അത് ഓരോ ശരീരത്തിൻ്റെ ഇതായിരിക്കും. പഴകിയുണ്ട് എങ്ങനെയാണ് ശരിക്കും നമുക്ക് അത് ഓരോ ശരീരത്തിൻ്റെ ഇതായിരിക്കും. ഞാൻ എല്ലാവർക്കും സംഗതി പൊതുവേ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ആൾക്കാർ പറഞ്ഞ് ഇഷ്ടമുള്ള ആളും വന്ന് ഏർന്നല്ലോ വന്ന് പാങ്ങാന്ന്. പക്ഷേ ആൾക്കാരുടെ അഭിപ്രായം നമ്മൾ വലിയ കോടീശ്വരനാവും, മറ്റേ പൈസ തരുന്നു 60,000 30,000 10,000 എല്ലാം തരുന്നു. ഒരാളങ്ങനെ തരില്ല. അവിടെ പൈസ എറിഞ്ഞു തരുന്നത് നമ്മൾ എൻ്റെ വീട്ടിലേക്ക്. ആരങ്ങനെ ചെയ്യില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഷുഗർ എനിക്ക് പിടിപെട്ടത് എനിക്ക് രസം കഴിയും. ഷുഗറിൻ്റെ ലക്ഷം അങ്ങനെ ഷുഗർ സ്വയം അവർക്ക് വന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. ഷുഗർ വരാൻ പാടില്ല, വന്നു കഴിഞ്ഞാൽ ചാവും. അത് അത്ര സീരിയസ് അല്ല ഷുഗറിന്റെ സാധനം. കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും എത്തിയവരെയൊക്കെ നയാ പൈസ പ്രതിഫലം വാങ്ങാതെ ചികിത്സിക്കാൻ തുടങ്ങി. പ്രതിഫലം വാങ്ങിയാൽ ഔഷധം ഫലിക്കില്ലെന്ന അമ്മാവന്റെ ഉപദേശം സുധാകരൻ അക്ഷരം പ്രതി പാലിച്ചു. ഫലം ഷുഗർ മൂലം കാല് മുറിക്കാൻ കാത്തുകിടന്നവരും കണ്ണു കാണാതായവരുമായ 100 കണക്കിന് രോഗികൾക്ക് ഈ അത്യപൂർവ ചികിത്സയിലൂടെ പൂർണ്ണ സൗഖ്യം. 9 കൊല്ലം പഴക്കമുള്ള ഷുഗറിൻ്റെ സുക്കേടാണ്. അങ്ങനെ വെച്ചിട്ട് കുറേ കാല് നീരെല്ലാം വെച്ച് മംഗലാപുരം വെല്ലമൊക്കെ ആശുപത്രി പോയി കാല് കെട്ടിയെന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു ദിവസം ഞാൻ സുധാരേട്ടനോട് ഈ വിഷമമെല്ലാം പറഞ്ഞിട്ടാകുമ്പോൾ സുധാരേട്ടൻ പറഞ്ഞു എൻ്റെ കയ്യിൽ മരുന്നുണ്ട്, ആ മരുന്ന് ഒന്ന് കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിച്ചു നോക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് ഭേദം കിട്ടുന്നുണ്ട്. വളരെ കുറച്ച് മണം വെള്ളമെല്ലാം വന്നിന്. കുറേ അതിനെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് കുറേ വെള്ളവും പഴുപ്പ് കഴിഞ്ഞിട്ട് ചലവും വെള്ളമെല്ലാം പോയി. ആ പോയി കഴിഞ്ഞിട്ട് രണ്ടാമത് നീരിറങ്ങിയിട്ട് ഷുഗർ പരിശോധിച്ച് നോക്കുമ്പോഴേക്ക് ഷുഗർ നോർമലാണ്. ഇപ്പോൾ പുണ്ണെല്ലാം ഉണങ്ങി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ എനിക്ക് 240 ഉണ്ടായിരുന്നു ഷുഗർ. അത് ഒരാഴ്ച പെട്ടെന്ന് ഞാൻ എനിക്ക് സുധാരേട്ടൻ വിവരം പറഞ്ഞ് ആ മരുന്ന് തന്നു. ആ മരുന്ന് തന്നിട്ട് ഒരാഴ്ച കഴിച്ചിട്ടാകുമ്പോൾ ഇപ്പോൾ 124 ഉള്ളൂ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും മരുന്ന് കഴിക്കേണ്ട, ഗുളികയും കഴിക്കേണ്ട, ഭക്ഷണം ക്രമീകരിച്ചാൽ മതി. ഞാനിപ്പോൾ രാവിലെ കുറച്ച് ഓടുന്നുണ്ട്. എനിക്ക് ഷുഗർ മുമ്പേ ഉണ്ടായിട്ട് ഈ കൈ പൊളിഞ്ഞിട്ട് ഉണങ്ങുന്നേ ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ 252 ഷുഗർ ഉണ്ടായിരുന്നു. അപ്പോൾ മുമ്പേ സൂര്യ TV-യിൽ ഇങ്ങനൊരു ഇവരെ കുറിച്ച് അറിഞ്ഞു. അപ്പോൾ നമ്മളുടെ കുറേ ഫ്രണ്ട്സ് എല്ലാം പറയുന്ന പോലെ നിങ്ങളുടെ നാട്ടിലുണ്ട്. അങ്ങനെ ഞാൻ അന്വേഷിച്ച് വന്ന് സുധാരേട്ടൻ്റെ മരുന്ന് കഴിക്കാൻ തുടങ്ങി. മരുന്ന് കഴിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ 190ആയി. ഒരു 4 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ ആദ്യം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ 160ആയി. ഇപ്പം എനിക്ക് 140ആണ് ഷുഗർ. ആവശ്യക്കാരുടെ എണ്ണമേറി വന്നപ്പോൾ വാടക വീടിന്റെ മുറ്റത്തെ ഔഷധ കൃഷി പോരാതെ വന്നു സുധാകരന്. ഒരു വർഷമായി എനിക്ക് സുഖേട് വന്നിട്ട്. അത് 3 മാസത്തോളം ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് ഒരു കുറവുമില്ല, കൂടുതലാകുകയുണ്ടെന്നുള്ള. അതിന് ശേഷമാണ് സുധാകരൻ്റെ മരുന്ന് കഴിച്ച് ഇപ്പോൾ എനിക്ക് ഷുഗർ എന്ന് പറയുന്ന അസുഖമേ ഇല്ല. ഈ മരുന്ന് കഴിക്കുന്നതിന് മുമ്പേ 181 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞ് ഞാൻ ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഗുളിക നിർത്തി. പിന്നെ പെട്ടെന്ന് 6ാമത്തെ ദിവസം പോയി നോക്കുമ്പം ഗുളിക കഴിക്കാണ്ട് 6ാമത്തെ ദിവസം പോയി നോക്കുമ്പോൾ 166ലേക്ക് എത്തി. 166ലേക്ക് എത്തി. എന്നാലും നല്ലൊരു മരുന്ന്. ഇത് എത്ര പെട്ടെന്ന് ഞാൻ അടുത്ത് ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞില്ല. ഇത് വേറെ
ആൾ പറഞ്ഞു വന്നതിൻ്റെ ഒരു ശേഷം കേട്ടാണ് ഞാൻ അത് കഴിക്കാൻ തുടങ്ങിയത്. കഴിച്ചതിൽ വളരെ വ്യത്യാസം, അത്ഭുതകരമായ ഒരു 4-5 ദിവസം കൊണ്ട് മരുന്ന് കഴിക്കാണ്ട് എനിക്ക് കുറഞ്ഞെന്ന് പറയുമ്പോൾ അത് വലിയൊരു അത്ഭുതം തന്നെ. കോട്ടക്കല്ല ആയുർവേദശാല പോയിനെ ഡോക്ടറെ കണ്ട അവർക്ക് ഇനിയും ഒന്നും അറിയില്ലെന്നാണ്. ഒരൽപ്പം മിച്ചഭൂമി എന്ന യാചനയുമായി സുധാകരൻ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലെത്തി. അതിവേഗം ബഹുദൂരം നടപടിയുണ്ടായി. നടപടിയുടെ പൂർത്തീകരണത്തിനായി അപേക്ഷകളുമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയായി. പിന്നെ സുധാകരന്റെ ദിനചര്യ. കളക്ടറെയും തഹസിൽദാരെയും വില്ലേജ് ഓഫീസറെയും കണ്ടു. കാലിലെ ചെരുപ്പ് തേഞ്ഞതും വീട്ടിൽ അപേക്ഷയുടെ പകർപ്പുകൾ കുന്നുകൂടിയതും മിച്ചം. ഒടുവിൽ വില്ലേജ് ഓഫീസർ വിധി എഴുതി. കൃഷിഭൂമി പാട്ടത്തിന് നൽകാൻ നിയമ തടസ്സമുണ്ടെന്ന്. ഏതായാലും അതുകൊണ്ടൊന്നും ചോർന്നു പോകുന്നതായിരുന്നില്ല സുധാകരന്റെ മരുന്നിന്റെ വീര്യവും മനോവീര്യവും. ഈ വള്ളിച്ചെടി തളിർക്കുകയാണ്, പടരുകയാണ്, പടർന്ന് പന്തലിക്കുകയാണ്. സുധാകരന്റെ വാടക വീടിന്റെ ഇത്തിരി മുറ്റത്തല്ല, അനുഭവസ്ഥരുടെ ഹൃദയങ്ങളിൽ.